1967 ശേഷം അണ്ണാ ഡി എം കെ മുന്നണികൾക്ക് മാത്രം പ്രാമുഖ്യമുള്ളതാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. കോൺഗ്രസ്, BJP, CPM, CPI തുടങ്ങി നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം വരെയുള്ള കക്ഷികൾക്ക് ഇതിലേതെങ്കിലും ഒരു മുന്നണിയോട് ചേർന്ന് മാത്രമേ ചെറുതെങ്കിലുമുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ളൂ. ഈ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് 2024 ഫെബ്രുവരി 2 നടൻ വിജയ് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി വന്നത്. പാർട്ടി രൂപീകരിച്ച് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും വലിയ നേട്ടം കൈവരിക്കാനാകും എന്ന് തന്നെയാണ് TVK കണക്കുകൂട്ടുന്നത്. തമിഴ് വികാരം ഉയർത്തിപ്പിടിക്കാനായതും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് വെക്കുന്നതും സ്റ്റാലിനും DMKക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. ജയലളിതയുടെ മരണശേഷം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും തളർത്തിയെങ്കിലും ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചെത്താനാകും എന്നാണ് അണ്ണാ DMK BJP സഖ്യവും പ്രതീക്ഷിക്കുന്നത്. മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി പ്രചാരണ രംഗത്ത് ശക്തമാകുമ്പോഴും തമിഴ് മണ്ണിൽ ആര് വാഴുമെന്നറിയാൻ നിശ്ചയമായിട്ടും മെയ് 4 വരെ കാത്തിരിക്കണം. ഇതോടൊപ്പം ചലച്ചിത്ര രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നായക താരനിരകളിൽ MGRനെ പോലെ തൻ്റെ കരിസ്മ വോട്ടാക്കി മാറ്റാൻ വിജയ്ക്കാകുമോ എന്ന പ്രധാന ചോദ്യത്തിനും ഉത്തരം മെയ് 4 അറിയാം.